ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നേരെ നിലമ്പൂർ ഫോറസ്റ്റ് വഴി ചുങ്കത്തറയിലേക്കാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ണൂർ പയ്യന്നൂർ എന്ന സ്ഥലത്ത് നിന്ന് പരപ്പനങ്ങാടിയുള്ള നമ്മുടെ ഫ്രണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പുതിയ CB350 ഹോണ്ടയുടെ ഒരു അടിപൊളി ബൈക്കാണ്. ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. സച്ച് എ സ്മൂത്ത് ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ ഭയങ്കര കൺട്രോളാണ് വണ്ടി. അപ്പം നമ്മൾ നേരെ പോകുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് വഴിയാണ്. ടീക്ക് മ്യൂസിയം ഒക്കെ പോകുന്ന വഴിക്കാണ്. രാവിലെ ഇറങ്ങി, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന 2 മണിക്കൂർ ട്രാവലാണ്. 2 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയായാലും ബസ്സുകാർക്ക് ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട, അവർക്ക് തോന്നുന്ന പോലെ നിർത്താല്ലേ. നല്ല വളവുള്ള വഴികളാണ്, കോർണർ ചെയ്യാൻ നല്ല സുഖമാണ്. വണ്ടി എങ്ങനെ കോർണർ ചെയ്താലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഡ്യുവൽ ചാനൽ ABS ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി സേഫ്റ്റി ഫീൽഡിൽ തന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരിപ്രസാദാണ്. ഹീസ് ദ വീഡിയോഗ്രാഫർ. നമ്മൾ DJയുടെ ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്, ഓസ്മോ പോക്കറ്റ്. നല്ല ഗ്രാമപ്രദേശങ്ങളാണ്, അടിപൊളി ഗ്രാമപ്രദേശങ്ങളാണ്. 70 കിലോമീറ്റർ ആട്ടോ നമ്മുടെ വൺ സൈഡ് റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഏതാണ്ട് നിലമ്പൂർ എത്താനായിട്ടുണ്ട്. ലോറികളുടെ ഒക്കെ ഒരു ശല്യം ആവശ്യത്തിലധികം ഉണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അതായത് പക്ക ഒരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ചുറ്റിനും കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരുപാട് സ്പീഡ് ബ്രേക്കർ ഉണ്ട്. വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം, അതേപോലെ തന്നെ രാവിലെ ഒരു 9 മണി റേഞ്ചിന്, നമ്മുടെ ഓഫീസ് ടൈമിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. കാറിലൊക്കെ വരുമ്പോൾ നല്ല ബ്ലോക്ക് കിട്ടാറുണ്ട്. ഇന്നെന്തോ നമുക്ക് നല്ല സമയമാണ് തോന്നുന്നത്, അതുകൊണ്ട് ബ്ലോക്കൊന്നുമില്ല. ഇത്രയും ദൂരം വന്നപ്പോൾ കുറേ വെയിലുണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തണുപ്പ് കിട്ടുന്ന എവിടെയാ? റബ്ബർ തോട്ടത്തിനകത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല തണുപ്പാണ്. കഴിഞ്ഞ 1 മാസം മുന്നേ നമ്മൾ വിരാജ്പേട്ട്, മടിക്കേരി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടിയത് നോർമൽ കാടുകൾ പോലെ തന്നെ അവിടെ ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ, എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അതിനകത്തൂടെ പോകുമ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ പോകുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. അപ്പോൾ നിലമ്പൂർ ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ കഴിഞ്ഞു. ടീക്ക് മ്യൂസിയം ഒക്കെ നമ്മൾ പാസ് ചെയ്തു. കയറാനായിട്ടുള്ള ടൈമില്ല, തിരിച്ചു വരുമ്പോൾ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഫോറസ്റ്റിൽ ഇവിടെ മാനുകളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് പല ബോർഡുകളും നമുക്ക് കാണാൻ പറ്റും. മാനുകൾ മേയുന്ന സ്ഥലമാണ്. ഒരുപാട് വന്യജീവികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഒരു 10 മേലെ പ്രാവശ്യം ഇതിൽ കൂടെ പല സമയങ്ങളിൽ രാത്രിയും പകലൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നിനും കാണാനായിട്ട് പറ്റിയിട്ടില്ല. രാത്രിയൊക്കെ ഇതിലൂടെ വരാൻ നല്ല രസമാണ്. സാധാരണ ഫോറസ്റ്റ് ഒക്കെ പോലെ നമുക്ക് ക്ലോസിംഗ് ഒന്നുമില്ല, ഏത് ടൈമിലും ഇതിലെ പാസ്സാവാം. ഒറ്റ കാര്യമുള്ളൂ, ഈ സ്പീഡ് ബ്രേക്കറിനൊന്നും ഒരു വര പോലും മര്യാദയ്ക്ക് ഇന്ന് ബാക്കിയില്ല. വഴി അറിയാത്ത ഒരാളാണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജമ്പ് ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ ബൈക്കിൽ വരുന്നത്. ഇതിന് മുന്നേ ഒക്കെ കാറിലേ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ സ്പീഡ് ബ്രേക്കർ ഒന്നും കാണാനില്ല, തുള്ളി പോവാറാണ് പതിവ്. ഈ കാട്ടിനകത്ത് ഒരു KTDCയുടെ റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ഉണ്ട്. ബാറുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഐ മീൻ അവിടെ റൂംസ് എന്തായാലും ഉണ്ട്. ഓക്കെ, റെസ്റ്റോറൻറ്റും റൂംസും ഉണ്ട്. നല്ല ക്വാളിറ്റി റൂമുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടുക. നല്ല ഫുഡും ഉണ്ട്. പിന്നെ നമ്മൾ ചുങ്കത്തറ എത്തുമ്പോൾ അവിടെ ഒരുപാട് അടിപൊളി ഹോട്ടൽസ് ഉണ്ട്. ചുങ്കത്തറ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കുന്ന അടിപൊളി ഹോട്ടൽസൊക്കെ അതിന് മുന്നേ ഉണ്ട്. അപ്പോൾ എന്തായാലും പക്ക ഒരു ഗ്രാമാന്തരീക്ഷമാണ്. എനിക്ക് അതിലൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഈ ബൈക്കാണ്. ഫസ്റ്റ് ടൈം ഞാൻ ഈ വണ്ടീനെ പറ്റി വലിയ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട് ഈ വണ്ടി എടുത്ത സമയത്തും ഞാനൊന്ന് ഓടിച്ചു പോലെ നോക്കിയിരുന്നില്ല. പക്ഷേ ഈ വണ്ടി എനിക്ക് ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഏത് സ്പീഡിൽ കയറി കഴിഞ്ഞാലും വണ്ടി കൂടെ നിൽക്കും. അടിപൊളി വണ്ടിയാണ്. CB350 ഫാനായി എന്തായാലും.
അപ്പോൾ നിലമ്പൂരിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കടന്നു വരാം. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ്. I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these shit I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather lead than be led. I'll fill the seats as I spread, with every word that I've said.